ആന്റണി പെരുമ്പാവൂരിനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കം. വർഷം 2018 ഡിസംബർ 14 ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരു ഹർത്താലിന് പ്രഖ്യാപനമുണ്ടാകുന്നു. പക്ഷേ അന്ന് വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധേയമായ ഒരു വാർത്തയുണ്ടായിരുന്നു. പാല്, പത്രം, ഒടിയൻ ഇവ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരു വലിയ ഹർത്താലിന് പ്രഖ്യാപനമുണ്ടായിട്ട് പോലും ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 400-ൽ പരം ഫാൻ ഷോസ് കംപ്ലീറ്റ് ചെയ്യുകയും ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിട്ടും മലയാളം കണ്ട എക്കാലത്തെയും വലിയ ആദ്യദിന കളക്ഷനായ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ ഭേദിക്കുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു ഒടിയൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴിതാ ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇറങ്ങുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കും ഇതുപോലൊരു പ്രതിസന്ധി വരികയാണ്. മാർച്ച് 27-ന് എമ്പുരാൻ റിലീസിനൊരുങ്ങവേ മാർച്ച് 25-ന് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയാണ്. ശരിക്കും ഈ ഒരു ഹർത്താൽ കൊണ്ട് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെയും മോഹൻലാൽ എന്ന് പറയുന്ന നടനെയും ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനെയും തന്നെയാണ്. പക്ഷേ ഒരു ലാലേട്ടൻ ഫാൻ എന്നതിലുപരി ഒരു സിനിമാ മോഹി എന്ന നിലയിൽ എനിക്ക് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളോട് പറയാനുള്ളത്, നിങ്ങൾ മാറും. മോഹൻലാലിനെയോ അദ്ദേഹത്തിന്റെ സിനിമയെയോ വട്ടം വെക്കാൻ മാത്രം കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കഴിയില്ല. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരു ഹർത്താൽ ഉണ്ടായിട്ട് പോലും, അത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടായിട്ട് പോലും മോഹൻലാലിനെയോ അദ്ദേഹത്തിന്റെ സിനിമയെയോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? സൂപ്പർ സ്റ്റാറുകളുടെ റെമ്യൂണറേഷൻ ആണോ? അത് സൂപ്പർ സ്റ്റാറുകളുടെ മാത്രം തെറ്റാണോ? അതിൽ നിങ്ങൾക്കൊരു പങ്കുമില്ലേ? നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. സിനിമയോടുള്ള അതിയായ മോഹം കൊണ്ട്, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സാധിക്കണമെന്നുള്ള മോഹം കൊണ്ട് അവന് ഒരവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നായക തുല്യമായ വേഷം നൽകാം, പക്ഷേ അതിന് അഡ്വാൻസ് ആയൊരു 27,000 രൂപ നൽകണമെന്ന് പറഞ്ഞു. സിനിമയോടുള്ള മോഹം കൊണ്ടും ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടും അവൻ ആ സമയം അമ്മയുടെ കുടുംബശ്രീയിൽ നിന്നുമൊക്കെ ലോൺ എടുത്ത് ആ പണം അടച്ചു. പക്ഷെ പിന്നീടാണ് അവൻ മനസ്സിലായത് അവൻ ചതിക്കപ്പെടുകയാണെന്നും അത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്. ഇപ്പോൾ അവൻ സിനിമയോടുള്ള മോഹവും സിനിമയോടുള്ള ആഗ്രഹവും ഒക്കെ കളഞ്ഞ് പെട്രോൾ പമ്പിൽ ജോലിക്ക് നിൽക്കുകയാണ്. ഇതുപോലെ എത്രയോ പേർ സിനിമയിൽ എത്തിപ്പെടണം, സിനിമയെ മോഹിക്കുന്ന എത്രയോ പേർ ഇന്നും സിനിമയ്ക്ക് വെളിയിലുണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന സ്റ്റാറുകളെക്കാൾ കൂടുതൽ കഴിവുള്ള എത്രയോ പേർ സിനിമയ്ക്ക് വെളിയിൽ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുണ്ട്. അവരെയൊക്കെ വെച്ച് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടോ? നിങ്ങളൊക്കെ പോകുന്നത് മാർക്കറ്റ് വാല്യൂവിന്റെ പുറകിലല്ലേ? നിങ്ങൾക്കൊക്കെ വേണ്ടത് സാറ്റലൈറ്റ് വാല്യൂ അല്ലേ? അപ്പോൾ ആ സാറ്റലൈറ്റ് വാല്യൂവും മാർക്കറ്റ് വാല്യൂമുള്ള നായക നടന്മാർ അവരുടെ റെമ്യൂണറേഷൻ അവർ പറയുന്നത് കൊടുക്കേണ്ടി വരും. ഇന്ന് കേരളത്തിലെ എത്ര പ്രൊഡ്യൂസേഴ്സിന് ധൈര്യമുണ്ട് ഒരു പുതുമുഖ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഒരു പുതുമുഖ നടനെ വെച്ച് അല്ലെങ്കിൽ പുതുമുഖ ആർട്ടിസ്റ്റുകളെ വെച്ച് ഒരു സിനിമ ചെയ്യാനുള്ള ധൈര്യം ഇന്ന് കേരളത്തിൽ എത്ര പ്രൊഡ്യൂസേഴ്സിന് ധൈര്യമുണ്ട്? നിങ്ങൾ മലയാള സിനിമയെ രക്ഷിക്കുക എന്ന പേരിൽ ഇതുപോലെയുള്ള നാടകങ്ങൾ കളിച്ചിട്ടുണ്ടോന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഹർത്താൽ പ്രഖ്യാപിച്ചത് കൊണ്ടും റെമ്യൂണറേഷൻ ആർട്ടിസ്റ്റുകൾ കുറയ്ക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണിത്. ഒരു പുതുമുഖ സംവിധായകന് അവസരം കൊടുക്കുക, പുതുമുഖ ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമ അത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ പറയുന്ന സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ റെമ്യൂണറേഷൻ കുറയ്ക്കും. കാരണം പുതുമുഖങ്ങളെ വെച്ച് ഇതുപോലെ ഒരു സിനിമ വിജയിക്കുമ്പോൾ അവരെന്തായാലും അവരുടെ റെമ്യൂണറേഷൻ കുറയ്ക്കും. കണ്ടന്റാണ് കിങ് എന്നാണ് മലയാള സിനിമയെക്കുറിച്ച് മറ്റ് ഇൻഡസ്ട്രികളിലുള്ള എല്ലാവരും പറയുന്നത്. പക്ഷെ ഇവിടെ കണ്ടന്റ് കിങ് ആയിട്ട് പോലും എന്തുകൊണ്ട് ഒരു പുതുമുഖ സംവിധായകൻ, ഒരു പുതുമുഖ ആർട്ടിസ്റ്റിന് പ്രൊഡ്യൂസേഴ്സ് ഡേറ്റ് കൊടുക്കുന്നില്ല? അവരൊക്കെ മാർക്കറ്റ് വാല്യൂവിന്റെയും സാറ്റലൈറ്റ് വാല്യൂവിന്റെയും പുറകിലേക്കല്ലേ പോകുന്നത്? അതാണ് നിങ്ങൾ മാറ്റേണ്ടത്. അല്ലാതെ ഇതുപോലൊരു സ്ട്രൈക്ക് കൊണ്ടുവന്നത് കൊണ്ടോ മലയാള സിനിമയിൽ ഒരു മാറ്റവും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള സിനിമകൾക്കൊന്നും ബാധിക്കരുത് എന്നുള്ള കാരണത്താൽ ജൂണിൽ നടത്താനിരുന്ന ഒരു സ്ട്രൈക്കാണ് ഇപ്പോൾ മാർച്ച് 25-ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തുന്നത്. അത് കൃത്യമായിട്ടും ലക്ഷ്യമിടുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ ഒന്ന് തൊടാൻ പോലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 700-ൽ പരം തിയേറ്ററുകളിൽ മാർച്ച് 27-ന് തന്നെ റിലീസാകുമെന്നും റിലീസ് ചെയ്യാൻ 26 ദിവസം ഇപ്പോൾ ബാക്കി നിൽക്കെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് 150-ൽ പരം ഫാൻ ഷോസുകളാണ്. ആ 150-ൽ പരം ഫാൻ ഷോസും ഹൗസ്ഫുൾ ആണ്. ഈ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഫാൻ ഷോസ് മുഴുവൻ
എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കളിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതുപോലൊരു സ്ട്രൈക്കിന് ഇറങ്ങുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള പുതുമുഖ സംവിധായകർക്ക്, പുതുമുഖ ആർട്ടിസ്റ്റുകൾക്ക് ഒരു അവസരം കൊടുത്ത് ആ സിനിമ വിജയിപ്പിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലൊരു സ്ട്രൈക്കിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹികൾ മുന്നിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത് ബാധിക്കുന്നത് ഹൈ റെമ്യൂണറേഷൻ വാങ്ങുന്ന സൂപ്പർ സ്റ്റാറുകളോ ഹൈ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഡയറക്ടേഴ്സോ അല്ല. ഇതിൽ ബാധിക്കുന്നത് നിങ്ങളെപ്പോലെ നിങ്ങളിൽ ഒരാളായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ബാധിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം അവൻ വളർത്തിയ മണ്ണില നീയൊക്കെ ജീവിക്കണം.